ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഞായറാഴ്ച നമ്മൾ ഇവിടെ ബൈബിൾ സ്റ്റോറിയും പിന്നെ ഞാൻ എഴുതിയ എൻ്റെ സ്റ്റോറിയും വായിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിൾ സ്റ്റോറി എന്ന് പറയുന്ന സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രൂത്തിനെ പറ്റിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഥയാണ്. അപ്പോൾ അതറിയത്തില്ലാത്ത അനേകർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫ്രഷായിട്ട് കേട്ട് പഠിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു സ്റ്റോറിയുണ്ട്, സ്വപ്നക്കൊട്ടാരം. ഇപ്പോൾ കുറച്ച് ഭാഗം വായിച്ചിട്ടുണ്ട്. ഇനി അത് തുടരും. അത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇത് പറഞ്ഞത്. അവനെൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. എന്നത്തെ പോലെ 4 സെക്ഷനാണുള്ളത്. ഒന്നാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ജെനസിസ് ചാപ്റ്റർ 2 വേർഡ്സ് 15, 16 and 17. ഉൽപ്പത്തി പുസ്തകം 2 15, 16, 17. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. And the Lord God took the man and put him into the garden of Eden to dress it and to keep it. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. And the Lord God commanded the man, saying, of every tree of the garden thou mayest freely eat. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. But of the tree of the knowledge of good and evil thou shalt not eat of it, for in the day that thou eatest thereof thou shalt surely die. സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം. നമ്മളെന്ന് വായിക്കുന്നത് പോലെ റിക്വാറിൻ്റെ പുസ്തകം, ഒരു മഹത് വ്യക്തിയായിട്ടുള്ള ഒരാളുടെ പുസ്തകമാണ്. പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് നമ്മളത് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. മോസ്റ്റ് അമേസിംഗ് ഗോഡ് ഡിസൈഡഡ് ഹൗ യു വുഡ് ബി ബോൺ regardless of the circumstances of your birth or who your parents are. God had a plan in creating you. It doesn't matter whether your parents were good, bad or indifferent. God knew that those two individuals possessed exactly the right genetic makeup to create the custom he had in mind. They had the DNA God wanted to make you. While there are illegitimate parents, there are no illegitimate children. Many children are unplanned by their parents, but they are not unplanned by God. God's purpose took into account human error and even sin. ഇനി നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോകാം. സദൃശവാക്യം 2 13, 14, 15. അതായത് പ്രോവർബ്സ് ചാപ്റ്റർ 2 വേർഡ്സ് 13, 14 and 15. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും who leave the paths of uprightness to walk in the way of darkness. ദോഷപ്രവൃത്തി സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. who rejoice to do evil and delight in the forwardness of the wicked. അവർ വളഞ്ഞ വഴികളിലേക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരും ആകുന്നു. whose ways are crooked and they forward in their paths. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷനിലേക്ക് പോകാം. ഫോർ ചിൽഡ്രൻ, അത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥയാണ്.
എൻ്റെ വാഗ്ദാനത്തിൻ്റെ അടയാളം കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹെഡിങ്. ഉൽപ്പത്തി 9:8 മുതൽ 15 വരെ. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു സുപ്രധാന വ്യവസ്ഥയാണ് ഉടമ്പടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ വാഗ്ദാനങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി എന്തെങ്കിലും പരസ്പരം നൽകുന്ന പതിവുണ്ട്. ഇവിടെ നൽകിയ ജ്ഞാപകം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഇന്നും നാം അത് കാണുന്നുണ്ട്. ദൈവം നോഹയോടും പുത്രന്മാരോടും പറഞ്ഞു, നിന്നോടും നിന്റെ മക്കളോടും ഇങ്ങനെ ഞാനിപ്പോൾ ഉടമ്പടി ചെയ്യുന്നു. അനന്തര തലമുറയോടും ആ ഉടമ്പടി നിലനിൽക്കും. നിന്നോടുകൂടെ പേടകത്തിൽ നിന്ന് പുറത്തു വന്ന പക്ഷിമൃഗാദികൾക്കും ഇത് ബാധകമായിരിക്കും. ഈ ഭൂമിയെ മേലിൽ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ വാഗ്ദാനത്തിൻ്റെ അടയാളമായി ഞാൻ ആകാശത്ത് മഴവില്ല് സ്ഥാപിക്കുന്നു. ഈ മഴവില്ല് ആകാശത്ത് കാണുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ ഉടമ്പടി ഓർക്കും. ഇപ്പോൾ 4 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.